അപ്പൊ പ്രേതം കാണിക്കുന്നത് നല്ല കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന, ഇത്രയും ക്രൂരത കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇവർ വരുന്നത്, ഈ പ്രേതങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ, ഒരു ശരീരത്തിൽ നിന്നും ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ, അത് മരണം സംഭവിക്കുമ്പോഴാണല്ലോ ഈ ആത്മാവ് പുറത്തു പോകുന്നത്. പുറത്തു പോയി കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് ഇവരെ നമ്മള് നല്ല ഒരു അവസ്ഥയിലേക്ക് ഈ ആത്മാവിനെ എത്തിച്ചു കൊടുക്കണം. അതിനാണ് പിതൃതർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അതിപ്പോ പള്ളിയിലായാലും മോസ്കിലായാലും, അത് ഹിന്ദുവിനായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനായാലും അവരുടെ ആചാര പ്രകാരം ഈ 1 വർഷത്തോളം ചെയ്ത ചടങ്ങുകൾ അവർക്കുണ്ട്. 1 വർഷത്തിന് ശേഷവും ചടങ്ങുകൾ ചെയ്യാറുണ്ട്. ആ ചടങ്ങുകൾ കൃത്യമായി ചെയ്തു കൊടുക്കുമ്പോഴാണ് ഇവര് ഈ ദോഷകരം അല്ലാത്ത വിധത്തിൽ, അതായത് നെഗറ്റീവ് എനർജി അല്ലാതെ നല്ല പോസിറ്റീവായി മാറുന്നത്. പക്ഷെ ചിലവർക്ക് അങ്ങനെ, ചില ആത്മാക്കൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്ന് വെച്ചാൽ ബന്ധുക്കൾ അത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അവരെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പല വിധത്തിലും ഇതിനെ ഉഴപ്പിക്കളയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ദുർമരണങ്ങൾ സംഭവിച്ചു പോയ ആത്മാക്കളാണ്. അപ്പൊ ദുർമരണങ്ങൾ സംഭവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആത്മാവിന്, സാധാരണ ഒരു മരണം സംഭവിക്കുന്ന ആൾക്കാരിന് ആത്മാവിന് ചെയ്തു കൊടുക്കുമ്പോഴുള്ള കർമ്മങ്ങൾ പോരാ. അതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ പോലും സാധാരണഗതിയിൽ പോലും ചെയ്തു കൊടുക്കാറില്ല. ഇങ്ങനെ ദുർമരണം സംഭവിക്കുന്നത് 1 വർഷം കൊണ്ട് മോക്ഷപ്രാപ്തി കിട്ടാത്തതുമായിട്ടുള്ള ആത്മാക്കളാണ് പ്രേതങ്ങൾ എന്ന് പറയുന്നത്.